ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേറ്റഡ് കാറ്റഗറി 1 പാർട്ട് 1 സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് സി ആണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനു മുമ്പ് തന്നെ എല്ലാവരോടും ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാംസ് ഒക്കെ? അപ്പോൾ പല അഭിപ്രായങ്ങളാണ് കുട്ടികൾ പറയുന്നത്. ചിലർ പറയുന്നു കുറച്ച് ടഫായിരുന്നു. പക്ഷേ എങ്ങനെ നോക്കിയാലും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു എന്താണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും അത്യാവശ്യം നമുക്കൊരു എബവ് 20 സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, എന്താണ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇതിന്റെ ഒരു അനാലിസിസ് വീഡിയോ എത്രയും വേഗം തന്നെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൈക്കോളജി ആവുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം എന്തെങ്കിലും ആൻസറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് പിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായി ചേരുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ശരിയായത് ഏതാണ്? മിക്കവാറും എന്താണ് തെറ്റായത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ വാചകം ഏത്? കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മണിനാദം കേൾക്കുമ്പോൾ പട്ടി ഉമിനീർ സ്രവിക്കുന്നു. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം ഏത്? പഠനത്തിനായുള്ളതാണ് കേട്ടോ. പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം ഏതാണ്? ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചയിൽ കുട്ടികളുടെ പങ്കാളിത്തം നിരീക്ഷിക്കുന്നത്, ക്ലാസിന്റെ ഇടയിൽ സംഘടിപ്പിക്കുന്ന അതിവേഗ പ്രശ്നോത്തരികൾ. ഇത് രണ്ടുമാണ് പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം. അപ്പൊ ഏത് വരും? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ മതി അല്ലെ? ഏത് വരും ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് എന്താണ്? സ്കീമ, പിയാഷെ വരും. LAD ആര് വരും? ചോംസ്കി, ലാഡ് അല്ലെ? ചോംസ്കി വരും. പിന്നീട് ഐഡന്റിറ്റി ക്രൈസിസ് എറിക്സണും, അതേപോലെ തന്നെ ZPD ആരാണ്? വൈഗോട്സ്കി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ എല്ലാം അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ZPD അതേപോലെ സ്കീം അതൊക്കെ വെച്ചിട്ട് വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ഏത്? അപ്പൊ എറിക് എറിക്സന്റെ നമുക്കറിയാം ഓരോ സ്റ്റേജസ് ഉണ്ടല്ലേ, അതില് കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക പ്രതിസന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വിശ്വാസം വെസ് അവിശ്വാസം അല്ലെ? ട്രസ്റ്റ് വെസ് മിസ്ട്രസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാം? ഏതൊക്കെയാണ്? എല്ലാം നിർദ്ദേശിക്കാം. നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ തരംതിരിക്കുക, കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ നിർമ്മിക്കുക, വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരുക, അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പം 1ഉം 2ഉം 3ഉം 4ഉം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒഴിഞ്ഞുപോയ ഭാഗത്ത് ഉൾപ്പെടുത്താവുന്ന ആവശ്യം ഏത്? അപ്പം ആ ഒരു എന്താണ് ശ്രേണി ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സാമൂഹിക ആവശ്യങ്ങൾ, ആത്മ ബഹുമാന ആവശ്യകതകൾ, ഭൗതിക ആവശ്യങ്ങൾ, മുകൾ പറഞ്ഞവയെല്ലാം. ഏതാണ് വരുന്നത്? മുകൾ പറഞ്ഞവ എല്ലാമാണ്. ആ ഒരു മിസ്സിംഗ് ആയിട്ട് വരുന്നിടത്ത് ഏതാണ്? സാമൂഹിക ആവശ്യങ്ങൾ വരും, ആത്മ ബഹുമാന ആവശ്യകതകൾ വരും, ഭൗതിക ആവശ്യങ്ങൾ വരും. ഓക്കെ, അടുത്തത്, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ലിംഗ അന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നാണ് ചോദിച്ചത്. ഏത് ഘട്ടത്തിലാണ്? ഫാലിക് സ്റ്റേജിലാണ് അല്ലെ? ഫാലിക് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ലിംഗ അനന്യത, ജെൻഡർ ഐഡന്റിറ്റി എമേർജ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഫാലിക് സ്റ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന സഹായക സാങ്കേതിക വിദ്യക്ക് ഉദാഹരണം ഏത്? അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ, വീൽ ചെയർ, വലിയ പ്രിന്റുകളോട് കൂടിയ പുസ്തകം, മുകളിൽ പറഞ്ഞതെല്ലാം. ഏതാണ് വരുന്നത്? ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന എന്താണ് സാങ്കേതിക വിദ്യക്ക് ഉദാഹരണം ഏതാണ്? വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10, തന്റെ പാവയോട് 4 വയസ്സ് പ്രായമുള്ള കുട്ടി സംസാരിക്കുകയും കഥകൾ പറഞ്ഞ് ഉറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടി പാവയോട്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ പാവയോട് സംസാരിക്കും അല്ലെ? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പം പിയാഷയുടെ അഭിപ്രായത്തിൽ ഇത് ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരം ചിന്തയ്ക്ക് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുമാന നിഗമന ചിന്ത,
അനിമിസ്റ്റിക് ചിന്ത, വസ്തു സ്ഥൈര്യം, കേന്ദ്രീകരണം. ഏതാണ് വരുന്നത്? അനിമിസ്റ്റിക് ചിന്തയാണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ബന്ധങ്ങൾ ഏതാണ്? അപ്പം എന്താണ്, പിയാഷയുടെ തന്നെ 4 സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദ്രിയചാലക ഘട്ടമുണ്ട്, മൂർത്ത മനോവ്യാപാര ഘട്ടമുണ്ട്, ഔപചാരിക മനോവ്യാപാര ഘട്ടമുണ്ട്, പ്രാഗ് മനോവ്യാപാര ഘട്ടമുണ്ട്. നമുക്കറിയാം ഓരോ സ്റ്റേജസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പെയർ ഏതാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം, സംരക്ഷണം, ഇല്ലായ്മ. അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറിയിൽ അധ്യാപകർ എന്താണ് ചെയ്യുന്നത്? ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എന്താണ് ചെയ്യുന്നത്? വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കുന്നു, കുട്ടികളുടെ ഓട്ടോണമി പരിപോഷിപ്പിക്കുന്നു, സഹവർത്തിത പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു, സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം സൃഷ്ടിക്കുന്നു. ഏതൊക്കെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് അല്ലെ? വ്യത്യസ്ത പഠന സാങ്കേതികങ്ങൾ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം സൃഷ്ടിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. ലിംഗ അന്യത അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന പദം നിർദ്ദേശിച്ചത്. കണ്ടോ, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്പും ഒക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്താണ്? ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് ആരാണ്? R.J. സ്റ്റോളർ ആണ് അല്ലെ? റോബർട്ട് ജെ സ്റ്റോളർ ആണ് എന്താ ലിംഗ അനന്യത അല്ലെങ്കിൽ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഒരു അധ്യാപിക പ്രതിഭാധനനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ അധ്യാപിക സ്വീകരിച്ചത്. അപ്പൊ നന്നായിട്ട് എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടിക്ക് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ റീസൺ എന്താണ്? ഉൾച്ചേർക്കൽ, ത്വരിതപ്പെടുത്തൽ, വേർപെടുത്തൽ, പൊരുത്തപ്പെടൽ. ഏതാണ്? ത്വരിതപ്പെടുത്തലാണ്, ആക്സലറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. സാൻമാർഗിക വികസന തത്വത്തിലെ പ്രീ കൺവെൻഷണൽ കാലം ഏത് കാലയളവിലാണ് വരുന്നത്? 4 മുതൽ 10 വയസ്സ് വരെയുള്ള സമയത്താണ് സാൻമാർഗിക സോഷ്യോ ഡെവലപ്മെന്റ് അല്ലെ? ആ സോഷ്യൽ ഡെവലപ്മെന്റിൽ പ്രീ കൺവെൻഷണൽ കാലം എന്ന് പറയുന്നത് 4 മുതൽ 10 വയസ്സ് വരെയുള്ള കാര്യമാണ്. സോഷ്യോ ഡെവലപ്മെന്റ് അല്ല, പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ് അല്ലെ? മോറൽ ഡെവലപ്മെന്റിൽ, സോഷ്യൽ ഡെവലപ്മെന്റ് അല്ല, മോറൽ ഡെവലപ്മെന്റിൽ എന്താണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്ന് മുതൽ ഏത് വയസ്സ് വരെയാണ്? 4 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് താഴെ പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. പെൺകുട്ടികൾ പ്രകൃതിയാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃതിയാലെ നേതാക്കളുമായിരിക്കും. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? നോക്കിയേ, ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി ആ ഒരു ടേമുമായിട്ട് കോയിൻ ചെയ്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കിയേ, ലിംഗസ്ഥിര രൂപം, ലിംഗ സമത്വം, ലിംഗ അനന്യത, ലിംഗ വിശ്വാസ്യത. എന്താണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്? അത് പെൺകുട്ടികൾ എന്താണ് പ്രകൃതിയാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃതിയാലെ നേതാക്കളുമായിരിക്കും എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? അല്ലെ, അത് എന്തിന് ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിന് ഉദാഹരണമാണ്. കുട്ടികളുടെ സൂക്ഷ്മ പേശീജാലക വികസനത്തിന് താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും യോജിച്ചത്? നീന്തൽ, മരം കയറൽ, സ്വയം ആഹാരം കഴിക്കുവാൻ സ്പൂൺ നൽകൽ, സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടം നൽകുക. ഏതൊക്കെയായിരിക്കും വരുന്നത്? 3ഉം 4ഉമാണ് അല്ലെ? എന്താണ്? സ്വയം ആഹാരം കഴിക്കാൻ സ്പൂൺ നൽകിയിട്ട് അവർ തനിയെ ആഹാരം കഴിക്കുന്നു. അതേപോലെ സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടങ്ങൾ നൽകുക. ഇത് രണ്ടുമാണ് എന്താണ് സൂക്ഷ്മ പേശീജാലക വികസനത്തിന് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18. റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നവയിൽ എന്തായിരിക്കും അതിനുള്ള കാരണങ്ങൾ? പഠനശൈലി, അഭിപ്രേരണ, അത്യന്തമായ ആകാംക്ഷ, മുന്നറിവുകളുടെ അഭാവം. എന്തായിരിക്കും ആൻസർ വരുന്നത്? എല്ലാം ഇതിന് കാരണങ്ങളാണ് അല്ലെ? പഠനശൈലി വരാം, അഭിപ്രേരണ വരാം, പിന്നീട് എന്താണ് അത്യന്തമായ ആകാംക്ഷ, എക്സ്ട്രീം ആൻസൈറ്റി വരാം, മുന്നറിവുകളുടെ അഭാവം അല്ലെ? ലാക്ക് ഓഫ് പ്രയർ നോളജ്. ഇതെല്ലാം എന്തിന്റെ കാരണമാണ്? ഈ കണക്ക് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട്, മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ മോശമാകാനുള്ള റീസൺസ് ആണ്. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെയും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ടോമി കരഞ്ഞുകൊണ്ടിരിക്കെ മിഠായി കണ്ടയുടനെ പൊടുന്നനെ കരച്ചിൽ നിർത്തി ചിരിക്കുവാൻ ആരംഭിച്ചു. ഇത് എന്തിനെ സൂചിപ്പിക്കും? നമുക്കറിയാം, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ അവർ വേഗം കരച്ചിൽ നിർത്തിയിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലെ? എന്താണ്? കുട്ടികളുടെ വികാരങ്ങൾ തീക്ഷ്ണമാണ്, കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണികമാണ്, കുട്ടികൾക്ക് വികാരങ്ങൾ നിയന്ത്രിക്കാനാവും, കുട്ടികൾക്ക് വികാരങ്ങൾ മറച്ചു വെക്കാനാവും. എന്തായിരിക്കും വരുന്നത്? ക്ഷണികമാണ് അല്ലെ? വേഗം വരികയും പോവുകയും ചെയ്യും, പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും കുട്ടികൾ. അപ്പൊ 19ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20.
ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായും മറന്നുപോയി. പിയാഷയുടെ അഭിപ്രായത്തിൽ അവൾ ഏത് ഘട്ടത്തിലാണ്? അപ്പൊ എന്താണ്, പാവയെ മാറ്റി കഴിഞ്ഞാൽ കുട്ടി അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകാനുള്ള റീസൺ എന്താണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. ഏത് വരും? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ, ഇന്ദ്രിയ ചാലക ഘട്ടമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. സ്കൂളിലേക്കുള്ള തന്റെ ആദ്യ ദിനത്തിൽ റോബിൻ ഒന്നിനു പിറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോബിനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല സുഹൃത്തുക്കളാണ് എന്ന നിഗമനത്തിൽ റോബനാണ് അല്ലെ, റോബൻ എത്തിച്ചേർന്നു. ഇത് ഏത് തരം ചിന്തയാണെന്ന് തിരഞ്ഞെടുക്കുക. ആഗമന ചിന്ത, ട്രാൻസ്ഡ്യൂസീവ് ചിന്ത, നിഗമന ചിന്ത മുകളിൽ പറഞ്ഞതല്ല. അപ്പൊ എന്താണ്, സ്കൂളിലേക്ക് ആദ്യ ദിനത്തിൽ പോകുമ്പോൾ കുട്ടികളെല്ലാം റോബനെ നോക്കി എന്ത് ചെയ്തു? ചിരിക്കുന്നു. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ചിന്തയാണ്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ് അല്ലെ, ആഗമന ചിന്തയാണ്. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ കുട്ടികളുടെ പ്രത്യേകതയാണ് ഡാഷ്. ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പിയാഷെ ബന്ധപ്പെടുത്തി കുറെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പിയാഷയുടെ ആ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ, അത് റിപ്പീറ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വരും? കേന്ദ്രീകരണമാണ് ഉത്തരം വരുന്നത് അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. സ്ഥാനാന്തരണം എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏത്? ഡിസ്പ്ലേസ്മെന്റിന് അല്ലെ, ഡിഫൻസ് മെക്കാനിസം, ഡിസ്പ്ലേസ്മെന്റിന് എന്താണ് ഉദാഹരണം ഏതാണ്? അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ നിന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരലുകൾ വലിച്ചു കുടിക്കുന്നു. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എയും ബിയും ആണ് അല്ലെ, സ്ഥാനാന്തരണം, ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1ഉം 2ഉം മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃകയുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ഗിൽഫോർഡിന്റെ എന്താണ് SOI തിയറി ഓഫ് ഇന്റലക്ട്, അതില് വ്യത്യാസമല്ല, അതിലില്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഭാഗം, ഏകകങ്ങൾ, മൂല്യനിർണ്ണയം, ബന്ധങ്ങൾ. ഏതാണ് മൂല്യനിർണ്ണയം? ഇവാലുവേഷൻ ആണ് അതിൽ വരാത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. നല്ല കുട്ടി എന്ന് കേൾക്കുവാനായി ബിനോയ് നന്നായി പെരുമാറുന്നു. കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്ത പ്രകാരം അവൻ ഏത് ഘട്ടത്തിലാണ്? ഔപചാരിക ഘട്ടം, ഔപചാരിക പൂർവ്വഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. ഏത് ഘട്ടത്തിലാണ്? ഔപചാരിക ഘട്ടത്തിലാണ്. കുറച്ചെന്താണ്, വളർന്നു വരുമ്പോഴാണ് നമുക്ക് എന്താണ്, ഞാൻ നല്ലതാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ ഏത് സ്റ്റേജിലാണ്? കൺവെൻഷണൽ സ്റ്റേജിലാണ് കുട്ടി എന്ത് ചിന്തിക്കുന്നത്? എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26. ജനറൽ എക്സൈറ്റ്മെന്റ് എന്ന ഒരു വികാരം മാത്രമാണ് എമി എന്ന കുട്ടി പ്രകടിപ്പിക്കുന്നത്. കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് പ്രായത്തിൽ ഉൾപ്പെടുന്നു? അപ്പൊ കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ജനറൽ എക്സൈറ്റ്മെന്റ് ഏത് പ്രായത്തിലാണ് വരുന്നത്? കൗമാരം, ശൈശവം, പിൽക്കാല ബാല്യം, മധ്യബാല്യം. ഏതാണ്? ശൈശവം. ഈ കാതറിൻ ബ്രിഡ്ജസിന്റെ ഈ സ്റ്റേജസ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്പോൾ അതുമൊക്കെ ചോദിച്ചു. അപ്പം ക്വസ്റ്റ്യന്റെ ആ ഒരു പാറ്റേൺ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പേശീജാലക വികസനത്തിന് ഒരു ഉദാഹരണമാണ് ഡാഷ്. എന്താണ്? ഖരരൂപത്തിലുള്ള ആഹാരം കഴിക്കുവാൻ ആരംഭിക്കുന്നത്, കുട്ടിക്കാലത്ത് തനിച്ചാകുമ്പോൾ പേടി തോന്നുന്നത്, നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നത്, 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത്. പേശീജാലക വികസനമാണ്. എന്താണ്? 1.5 വയസ്സാകുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നടന്നു തുടങ്ങും. 1.5 വയസ്സ് തന്നെ ആവണമെന്നില്ല, ചില കുട്ടികൾ 1 വയസ്സാവുന്നതിന് മുമ്പ് നടന്നു തുടങ്ങും. എന്തായാലും എന്താണ്, 1.5 വയസ്സാകുമ്പോൾ കുട്ടികൾ നടന്നു തുടങ്ങുന്നതാണ് പേശീജാലക വികസനത്തിന് ഉദാഹരണം ഇവിടെ പറയാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൊവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായി ഡാഷ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത്? ഏറ്റവും അനുയോജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ശില്പി ഭാഷാപരമായ ബുദ്ധി, തത്വചിന്തകൻ ശരീരചാലക ബുദ്ധി, ഡാൻസർ വൈയക്തിക ബുദ്ധി, കർഷകൻ പ്രകൃതിപരമായ ബുദ്ധി. അതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലെ, അതിനകത്ത് വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യും. കർഷകനാണ് പ്രകൃതിപരമായ ബുദ്ധി, ബാക്കിയെല്ലാം എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലെ. ശില്പിക്ക് എന്താണ്? ഭാഷാപരമായ ബുദ്ധിയാണോ വേണ്ടുന്നത്? അല്ല. ഓക്കെ, അടുത്തത്, സ്ഥിര അനുപാത പ്രബലന ഷെഡ്യൂളിന് ഉദാഹരണം ഏത്? 5 ശരി ഉത്തരങ്ങൾ വീതം പറഞ്ഞ കുട്ടികൾക്ക് അധ്യാപിക ഒരു സ്റ്റാർ നൽകുന്നു. 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറാക്കിയ കുട്ടിക്ക് അധ്യാപകൻ ഒരു സമ്മാനം നൽകുന്നു. ശരി ഉത്തരം നൽകുന്ന മുറയ്ക്ക് അധ്യാപിക കുട്ടികളെ പ്രകീർത്തിക്കുന്നു. 5 കാറുകൾ വീതം വിൽപ്പന നടത്തുന്ന ജോലിക്കാരന് പ്രമോഷൻ ലഭിക്കുന്നു. ഏതായിരിക്കും വരുന്നത്? സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂളിന് ഉദാഹരണം, അതായത് എന്താണ്? ഫിക്സഡ് റേഷ്യോ റീഎൻഫോഴ്സ്മെന്റ്. അതിന് ഉദാഹരണം വരുന്ന 1ഉം 2ഉം 4ഉം ആണ് അല്ലെ. 1ഉം 2ഉം 4ഉം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്നത് എന്നാണ് 2016 ഡിസംബർ 13-നാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസംബർ 13 നമ്മൾ എന്താണ് ഹാൻഡിക്യാപ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്, ഭിന്നശേഷിക്കാരുടെ ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 13 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും മാത്രം. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ നടത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്